ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ ഒരുപാട് പിള്ളേരങ്ങ് ഓടിച്ചെന്ന് ഉന്തായി തള്ളായി തിക്കായി തിരക്കായി ചക്കര മാമ്പഴം ചപ്പിളി പിളിയായി. നമ്മൾ കഥകളിലൂടെ കവിതകളിലേക്ക് കടക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് തൊട്ടേ ഉണ്ട്. ഉദാഹരണം പഞ്ചതന്ത്രം കഥകളിലുള്ള അതിനെ കവിതയാക്കിയിട്ടുള്ള ധാരാളം കവിതകൾ ഉണ്ട്. കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. കുട്ടികളുടെ മനസ്സിൽ കവിതയുടെ കേന്ദ്രം പതിയേണ്ടത് പദസമ്പത്തിലൂടെയാണ് എന്ന് സുഗതകുമാരി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ചന്തം ചിന്തം ചന്താമരയുടെ ചന്തം കണ്ടൊരു പൂത്തുമ്പി. പദസമ്പത്ത്, അനുഭവ സമ്പത്ത്, താളബോധം ഇതൊക്കെ ഒരു ബാലസാഹിത്യത്തിൻ്റെ എഴുത്തുവഴികളിൽ ആവശ്യമാണ്. ഒരു ശില്പശാലയും ഒരു എഴുത്തുകാരനെയും സൃഷ്ടിക്കുന്നില്ല. അവന് നൈസർഗികമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ, പദസമ്പത്തുണ്ടെങ്കിൽ, അനുഭവ സമ്പത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഒരു എഴുത്തുകാരനായി മാറും. കൊച്ചുവട്ടി അരിവട്ടി, കൊച്ചുവട്ടി അരിവട്ടി, ഒരു വട്ടി പൂ പറിച്ച്. ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ കൂട്ടുകാരെ, നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ആദ്യ ദിവസമായ ഇന്ന് ഈ സ്റ്റുഡൻസ് കോർണറിൽ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ പ്രിയപ്പെട്ട മാഡം, ആദരണീയായ മാഡം ശ്രീരേഖ മാഡത്തിനോടും സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് റജി സാറിനോടും അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബാലസാഹിത്യം എഴുത്തിൻ്റെ വഴികളാണ്. കൊച്ചുകൂട്ടുകാർ കുറവാണ്, രക്ഷിതാക്കളാണ്. എങ്കിലും കൂട്ടുകാർ വരും എന്നുള്ള ഉദ്ദേശം ബാലസാഹിത്യമായതുകൊണ്ട് കൂട്ടുകാരെക്കുറിച്ച് തന്നെ സത്യം വിളയും കേദാരം പൈതങ്ങൾ തൻ മനമല്ലോ, നിഷ്കളങ്ക ദ്യുതി നിറയും കുരുന്നു പൂക്കളിലല്ലോ, നന്മ തന്നുടെ വിത്തുകൾ പാകി വിളവെടുക്കുവോർ നിങ്ങൾ, തിന്മ തന്നുടെ ചാഴികൾ മാറ്റാൻ വഴിയൊരുക്കുവോർ നിങ്ങൾ എന്നാണ് കൊച്ചു കൂട്ടുകാരെക്കുറിച്ച് കവി എഴുതിയിട്ടുള്ളത്. സത്യം വിളയുന്ന കേദാരം, കേദാരം കൃഷിസ്ഥലമാണ്. കുഞ്ഞുങ്ങൾ തൻ മനമല്ലോ, പൈതങ്ങൾ തൻ മനമല്ലോ, നിഷ്കളങ്ക ദ്യുതി നിറയും കുരുന്നു പൂക്കളിലല്ലോ. പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വീടിൻ്റെ മുറ്റത്തുള്ള ഉദ്യാനത്തിലേക്ക് നോക്കുമ്പോൾ പൂക്കൾ ചിരിച്ചു നിൽക്കും. കണ്ണുകൾക്ക് വളരെ ആകർഷണീയമായ ഒരു കാഴ്ചയാണ്. കുരുന്നു പൂക്കളിലാണ് സൗന്ദര്യം വിടരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സും പൂക്കൾക്ക് തുല്യമാണ്. നന്മ തന്നുടെ വിത്തുകൾ പാകി വിളവെടുക്കുവോർ നിങ്ങൾ. കൊച്ചുകുട്ടികളുടെ മനസ്സ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിഷ്കളങ്കമാണ്. നന്മയുള്ളവരാണ് കുട്ടികൾ. നന്മ തന്നുടെ വിത്തുകൾ പാകി വിളവെടുക്കുന്നവരാണ് കുട്ടികൾ. തിന്മയുടെ ചാഴികൾ മാറ്റാൻ വഴിയൊരുക്കുന്നവരും കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികളെക്കുറിച്ചാണ് കവി എഴുതിയത്. സത്യം വിളയും കേദാരം പൈതങ്ങൾ തൻ മനമല്ലോ, നിഷ്കളങ്ക ദ്യുതി നിറയും കുരുന്നു പൂക്കളിലല്ലോ, നന്മ തന്നുടെ വിത്തുകൾ പാകി വിളവെടുക്കുവോർ നിങ്ങൾ, തിന്മ തന്നുടെ ചാഴികൾ മാറ്റാൻ വഴിയൊരുക്കുവോർ നിങ്ങൾ, ഭൂവിൻ സത്യം വിളയും കേദാരത്തിനുടപ്പിറപ്പുകൾ നിങ്ങൾ. കൊച്ചുകുട്ടികളെക്കുറിച്ച് വൈലോപ്പിള്ളി, മഹാകവി ശ്രീ, മഹാകവി പി, മഹാകവി ജി, മഹാകവി കെ സി, ഇങ്ങനെയൊക്കെയുള്ള മഹാകവികളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. മഹാകവി ശ്രീ എന്ന് പറയുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പ്, സൂര്യകാന്തി തുടങ്ങിയ കൃതികൾ എഴുതിയിട്ടുള്ള ജി ശങ്കരക്കുറുപ്പ്.
മഹാകവി പി ഭക്തകവി എന്നറിയപ്പെടുന്ന, പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്ന, നൈസർഗികമായ ഭാവനയുടെ കവി എന്നറിയപ്പെടുന്ന പി കുഞ്ഞിരാമൻ നായർ. കെ സി കേശവപിള്ള, മഹാകവിയും കേശവിയും എഴുതിയ കെ സി കേശവപിള്ള. അപ്പം വൈലോപ്പിള്ളി പറഞ്ഞത് കുട്ടികളെക്കുറിച്ച് ചിലപ്പോൾ ആ വരികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മാമ്പഴം എന്ന കവിതയിൽ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെ അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ എന്ന വൈലോപ്പിള്ളിയുടെ മനോഹരമായ വളരെ ആർദ്രതയുള്ള ഭാവാർദ്രതയുള്ള കവിത മാമ്പഴം. അതിലെ കുട്ടികളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? നിഷ്കളങ്കമായ മനസ്സിന് ഉടമകളായ കുട്ടികൾ, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. എനിക്ക് തന്നിരിക്കുന്ന വിഷയം ബാലസാഹിത്യത്തിൻ്റെ എഴുത്ത് വഴികളാണ്. എങ്ങനെയൊക്കെ ബാലസാഹിത്യം എഴുതാം, കൂട്ടുകാർക്ക് എങ്ങനെ ബാലസാഹിത്യത്തെ സമീപിക്കാം, ബാലസാഹിത്യം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട്. നമ്മൾ കഥകളിലൂടെ കവിതകളിലേക്ക് കടക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് തൊട്ടേ ഉണ്ട്. ഉദാഹരണം പഞ്ചതന്ത്രം കഥകളിലുള്ള അതിനെ കവിതയാക്കിയിട്ടുള്ള ധാരാളം കവിതകൾ ഉണ്ട്. ഉള്ളൂരിൻ്റെ ബാലസാഹിത്യം കാക്കയെ കാക്കയെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും അയ്യോ കാക്കയെ പറ്റിച്ചോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം എന്നുള്ള മനോഹരമായ കുട്ടിക്കവിത എഴുതിയത് ഉള്ളൂരാണ്. അതുപോലെ പന്തളം കേരളവർമ്മ, ജി ശങ്കരക്കുറുപ്പിൻ്റെ ധാരാളം ഇളം ചുണ്ടുകൾ തുടങ്ങിയ കൃതികൾ, കുമാരനാശാൻ്റെ പുഷ്പവാടി തുടങ്ങിയ കൃതികൾ, ഇങ്ങനെ ധാരാളം. എന്തിന്? കുട്ടികളുടെ മഹാകവിയായ കുഞ്ഞുണ്ണി മാഷ് കുട്ടികൾക്ക് വേണ്ടി കവിത എഴുതി മരിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. വായനയെ എത്രത്തോളം കുട്ടികൾക്ക് പുഷ്ടിപ്പെടുത്താമോ അത്രയും പുഷ്ടിപ്പെടുത്താൻ, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. പക്ഷേ വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വളയും, വായിച്ചില്ലേൽ വളയും. കുഞ്ഞുണ്ണിയുടെ വരികളാണ്. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. എത്ര രസാവഹമായ 4 വരിയേ ഉള്ളൂ. എത്ര രസാവഹമായ കവിതകളാണ്. വളരെ ആശയമുള്ള കവിത, കൊച്ചു കവിത, 4 വരി കവിത. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ ഒരുപാട് പിള്ളേരങ്ങോടിച്ചെന്നുന്തായി തള്ളായി തിക്കായി തിരക്കായി ചക്കര മാമ്പഴം ചപ്പിളി പിളിയായി. നിങ്ങളും ഞാനുമൊക്കെ കുട്ടിക്കാലത്ത് മാങ്ങ പൊഴിഞ്ഞ് വീഴുമ്പോൾ മാവിൻ്റെ ചുവട്ടിലേക്ക് കൂട്ടത്തോടെ സുഹൃത്തുക്കൾ ഓടിച്ചെല്ലും, കൊച്ചു കുട്ടികൾ ഓടിച്ചെല്ലും. 1 or 2 മാങ്ങയായിരിക്കും വീഴുന്നത്, ചെല്ലുന്നത് 10-12 പേര് കാണും. അവസാനം അതിൻ്റെ മാങ്ങയുടെ മാംസളമായ ഭാഗം ഒരാളിൻ്റെ കയ്യിലായിരിക്കാം, അതിൻ്റെ അണ്ടിക്കോപ്പ അല്ലേ മറ്റൊരാളെ കയ്യിലായിരിക്കാം. അതുകൊണ്ടാണ് വളരെ മനോഹരമായിട്ട് കുഞ്ഞുണ്ണി എഴുതി വെച്ചത്, ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ ഒരുപാട് പിള്ളേരങ്ങ് ഓടിച്ചെന്ന് ഉന്തായി തള്ളായി തിക്കായി തിരക്കായി ചക്കര മാമ്പഴം ചപ്പിളി പിളിയായി. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഈ കഥ പറച്ചിലിൻ്റെ തരത്തിൽ കവിതയിലേക്ക് വരുമ്പോൾ കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് അവർ ശ്രദ്ധിക്കേണ്ടത്, പഞ്ചതന്ത്രം കഥകൾ അതിന് ഉദാഹരണമാണ്. മുതലയുടെയും കുരങ്ങൻ്റെയും കഥ, ഒരുപാട് കഥകളുണ്ട്. അതുപോലെ നീലക്കുറുക്കൻ്റെ കഥ, ഇതൊക്കെ കഥകളെ എടുത്തുകൊണ്ട് കവിതയാക്കുന്ന ഒരു സമ്പ്രദായം ബാലസാഹിത്യത്തിൽ അതിന് തുടക്കം കുറിക്കുന്ന കുട്ടികൾക്ക് അവരുടെ എഴുത്തിൻ്റെ വഴികളിലേക്ക് തെളിക്കാൻ പറ്റുന്നതാണ്. അക്കിത്തത്തിൻ്റെ കവിതകൾ വായിക്കുക, ONV കുറുപ്പിൻ്റെ കവിതകൾ വായിക്കുക, സുഗതകുമാരിയുടെ കവിതകൾ, NK ദേശത്തിൻ്റെ കവിത, ഒളപ്പമണ്ണയുടെ കവിത, പ്രാചീന കവിത്രയം ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ, ആധുനിക കവിത്രയം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ, പന്തളം കേരളവർമ്മയുടെ ദൈവമേ
കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാം എന്നെ നീ കാക്കുമാറാകണം എന്നുള്ള പന്തളം കേരളവർമ്മയുടെ കവിതകൾ. ഇതൊക്കെ ബാലമനസ്സുകളെ കളിമ്പം കൊള്ളിക്കുന്ന, വിനോദത്തിലേക്ക് ഏർപ്പെടുന്ന രചനകളാണ്. അങ്ങനെയുള്ള രചനകൾ ഈ കുട്ടികൾക്ക് വായിച്ച് കവിതയെ ആസ്വദിക്കാൻ കഴിയണം. അതിൽ പ്രധാനപ്പെട്ടത് എനിക്ക് പറയുവാനുള്ളത്, കുട്ടികളെ സംബന്ധിച്ച് ഈ ബാലസാഹിത്യത്തിലേക്ക് വരുന്ന കുട്ടികൾ വായന എന്ന് പറയുന്ന പ്രധാനമായ ഒരു ഘടകമാണ്. പ്രാചീന കവിതകളും ആധുനിക കവിത, ഇന്ന് കവിതയ്ക്ക് പല കൈവഴികളാണ്. ഇന്ന് അത്യന്താധുനിക കവിതയിലേക്ക് വരെ കടന്നു വന്നു. പോസ്റ്റ് മോഡേണിസം അങ്ങനെയുള്ള പോയട്രിയിലേക്ക്, കവിതകളിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാം നമ്മൾ വായിക്കുക, നല്ല വായനക്കാരാകുക എന്നുള്ളതാണ് ബാലസാഹിത്യം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ട ആദ്യത്തെ ശിക്ഷ എന്ന് പറയുന്ന, പരിശീലനം എന്ന് പറയുന്നതാണ്. അതുപോലെ നന്നായി ആസ്വദിക്കുക, നല്ലതിനെ മാത്രം സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നന്മ തന്നെ വിത്തുകൾ പാകി വിളവെടുക്കുന്നവരാണ് നിങ്ങൾ എന്ന് പറയാനുള്ള കാരണം അതാണ്. തിന്മ തന്നെ ചാഴികൾ മാറ്റി വഴിയൊരുക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് കുട്ടികൾ. ആ ത്വരത്തിലേക്ക് കുട്ടികളെ ബാലസാഹിത്യത്തെ സമീപിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കുഞ്ഞുങ്ങൾക്ക് രസിച്ചിടുന്നൊരു കവിയായിട്ട് മരിക്കാൻ മോഹം. കുഞ്ഞുണ്ണി മാഷ് എഴുതിയതാണ്. കുഞ്ഞുങ്ങൾക്ക് രസിച്ചിടുന്നൊരു കവിയായിട്ട് മരിക്കാൻ മോഹം എന്ന് അദ്ദേഹം എഴുതി വച്ചു. പോത്താകാതെ ഇരിക്കാനായി പോത്തിനോടും പഠിക്കണം. കുഞ്ഞുണ്ണിയുടെ വരികളാണ്. നേരത്തെ ഞാൻ പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച പറഞ്ഞതുപോലെ, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്നറിയുന്നു ഞാൻ, പൊക്കം കുറഞ്ഞോരെന്നെ പൊക്കാതിരിക്കുക. ഇതൊക്കെ കുഞ്ഞുണ്ണി മാഷിൻ്റെ മനോഹരമായ, വളരെ ആശയസമ്പന്നമായ വരികളാണ്. ഇതൊക്കെ കുട്ടികൾ, ഇന്നത്തെ കുട്ടികൾ വായിച്ചെങ്കിൽ ആ വായനയിലൂടെ കുട്ടികൾക്ക് കവിത എഴുതുന്നതിലേക്കുള്ള ശക്തിയും ആർജവും. നമുക്ക് ശക്തിയുടെ കവിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാച്ചിക്കുറിക്കിയ കവിതകൾ എഴുതുന്ന വൈലോപ്പിള്ളി, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ എന്നെഴുതിയ വൈലോപ്പിള്ളി, മഹാകവി വൈലോപ്പിള്ളി. അതുപോലെ ശക്തിയുടെ കവി പൂതപ്പാട്ട് എഴുതിയ ഇടശ്ശേരി, കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്നെഴുതിയ ഇടശ്ശേരി പണിമുടക്കം എന്ന കവിതയിലാണ് അദ്ദേഹം എഴുതി വച്ചത്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിന്മേലാകട്ടെ പൊന്നാര്യൻ എന്നെഴുതിയ ശക്തിയുടെ കവി ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് നല്ലൊരു ബാലസാഹിത്യമാണ്. അതിന് നൃത്താവിഷ്കാരമൊക്കെ നിങ്ങൾ പലരുമൊക്കെ കണ്ടു കാണും. ആ തരത്തിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ട് വരുവാൻ, അതിൽ പ്രധാനമായും ബാലസാഹിത്യം എഴുതുന്ന കുട്ടികളിൽ പദസമ്പത്ത്, ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട പദസമ്പത്താണ്. നമ്മുടെ പുരാണങ്ങൾ, രാമായണവും മഹാഭാരതവും ശ്രീ മഹാഭാഗവതമൊക്കെ, 18 പുരാണങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള മഹാഭാഗവതം, ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെ പ്രതിപാദിക്കുന്ന മഹാഭാഗവതമൊക്കെ പദസമ്പത്ത്. നമ്മുടെ അന്തരിച്ചു പോയ കവി, പാരിസ്ഥിതിക കവിതകൾ എഴുതിയ, വയലാർ അവാർഡുമൊക്കെ നേടി ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സുഗതകുമാരി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, കവിത എന്ന് പറയുന്നത് ഒരു ഉൾവിളിയാണ്. കുട്ടികളുടെ മനസ്സിൽ കവിതയുടെ കേന്ദ്രം പതിയേണ്ടത് പദസമ്പത്തിലൂടെയാണ് എന്ന് സുഗതകുമാരി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കവിതയെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്, കവിത ഒരു ഉൾവിളിയാണ്. കവിത എന്ന് പറയുന്ന ഒരു ഉൾവിളിയാണ്. ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ കുട്ടികൾ എഴുതുന്ന സാഹിത്യമുണ്ട്, അതും ബാലസാഹിത്യത്തിൽ ഉൾപ്പെടും. ബാലസാഹിത്യം കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർ എഴുതുന്ന സാഹിത്യമുണ്ട്, അതും ബാലസാഹിത്യമാണ്. നന്നായി കുട്ടികളുടെ മനസ്സ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ നല്ല ബാലസാഹിത്യകാരനാകാൻ കഴിയൂ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ആ പദസമ്പത്തും താളബോധം, നല്ല താളബോധം, ഓരോ കവിതയും ചൊല്ലുമ്പോഴുള്ള താളബോധം, കുട്ടികൾ ഉറക്കെ ചൊല്ലിപ്പഠിക്കാനുള്ള താളബോധം, അനുഭവ പരിചയം. മുതിർന്നവരെ പോലെ അനുഭവ പരിചയം കുട്ടികൾക്ക് ഉണ്ടാകില്ല, അത് മുതിരുമ്പോഴേ ഉണ്ടാകുള്ളൂ. എങ്കിലും അനുഭവ സമ്പത്ത്, അതിലുപരി പദസമ്പത്ത്. ഞാൻ പറഞ്ഞല്ലോ, രാമായണത്തിലെ സുന്ദരകാന്ഡത്തിൽ വളരെ ലളിതമായ പദങ്ങളാണ്. കളകാഞ്ചി വൃത്തത്തിൽ, നമ്മുടെ ഭാഷാ വൃത്തമായ കേക, കാകളി, കളകാഞ്ചി, അന്നനട, ഇതൊക്കെ കിളിപ്പാട്ട് വൃത്തങ്ങളെന്ന് പറയും. അതിലുള്ള വളരെ സുന്ദരമായിട്ട് സുന്ദരകാന്ഡത്തിൽ ലളിതമായ പദങ്ങൾ കൊണ്ട്, ലളിത കോമള പദാവലികൾ കൊണ്ട് പറയുന്ന സകല സുഖകുല വിമല തിലകിത കളേബരെ, ഈ വാക്കുകളെ ക്രമീകരിച്ചിരിക്കുന്നത് നോക്കുക. ഒന്ന് തെറ്റുകയാണെങ്കിൽ സകല സുഖ കുല മല എന്നൊക്കെ വായിക്കും. സകല സുഖകുല വിമല തിലകിത കളേബരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയമമ കഥകളതി സാദരം
കാകുൽസ്ഥ ലീലകൾ കേട്ടാൽ മതിവര എന്ന് പറയുന്ന മനോഹരമായ കൊച്ചു കൊച്ചു വാക്കുകൾ കൊണ്ട് എഴുതി വച്ചിരിക്കുന്ന സുന്ദരകാന്ഡത്തിലെ മനോഹരമായിട്ടുള്ള വരികൾ. കിളിമകളോട് അതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം എന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സുന്ദരകാന്ഡം. 7 കാണ്ഡം, രാമായണത്തിലെ 7 കാണ്ഡങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കളകാഞ്ചി വൃത്തത്തിൽ എഴുതപ്പെട്ടതാണ് സുന്ദരകാന്ഡം. അപ്പോൾ ഇങ്ങനെ പദസമ്പത്ത് ഉണ്ടാകുന്നതിന് രാമായണം, മഹാഭാരതം, അതുപോലെ ശ്രീ മഹാഭാഗവതം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള 12 സ്കന്ധങ്ങളിൽ 12 സ്കന്ധങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രീ മഹാഭാഗവതം, ഇതൊക്കെ കുട്ടികൾക്ക് വായിക്കുവാൻ, ബാലമനസ്സുകളെ തിരിച്ചറിഞ്ഞ് അവരുടെ ഭാവനയ്ക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ അവരുടെ കാഴ്ചപ്പാടിന് അനുയോജ്യമായ തരത്തിൽ പ്രതിപാദിക്കുമ്പോഴാണ് നല്ല ബാലസാഹിത്യം പിറവിയെടുക്കുന്നത് എന്നുള്ളതാണ്. എഴുത്തിൻ്റെ വഴി അവിടെയാണ് നമ്മൾ വെട്ടി തുറക്കേണ്ടത്. ഈ ബാലകവിതകൾ എഴുതുന്ന, കവിത തന്നെ ആകണമെന്നില്ല, ബാലനോവൽ എഴുതാം, ബാലകഥകൾ എഴുതാം, അതുപോലെ ലേഖനങ്ങൾ എഴുതാം. ഇതൊക്കെ ഈ എഴുത്തിൻ്റെ വഴികളിലേക്ക് വെട്ടി തുറക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പദസമ്പത്ത്, അനുഭവസമ്പത്ത്, താളബോധം, ഇതൊക്കെ ഒരു ബാലസാഹിത്യത്തിൻ്റെ എഴുത്തു വഴികളിൽ ആവശ്യമാണ്. ആദ്യം വേണ്ടത്, കുട്ടികൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു, നല്ല വായനക്കാരാകുക എന്നുള്ളതാണ്. നല്ല നല്ല കൃതികൾ വായിച്ച് ആസ്വദിക്കുക എന്നുള്ളതാണ്. വായനക്കാരാവുക എന്ന് പറയുമ്പോൾ തന്നെ നല്ല നല്ല കൃതികൾ വായിച്ച് ആസ്വദിക്കുവാനുള്ള കഴിവ് ഉണ്ടാകണം എന്ന് ആണ്. അതായത് വായന എന്ന് പറയുന്നത് നമ്മുടെ ഭാവനാശക്തിയെയും ബുദ്ധിശക്തിയെയും ഒക്കെ വികസിപ്പിക്കുവാനുള്ള, ഉദ്ദീപിപ്പിക്കുവാനുള്ള ഒരു ഉപാധിയാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. പുത്തനകം തരും പുസ്തകമെന്നാണ്. പുത്തനകം തരും പുസ്തകം. നമ്മുടെ മനസ്സ് തന്നെ ഒരു വലിയ തുറന്ന പുസ്തകമാണ്. ആശയങ്ങളെ നമ്മളെ മനസ്സിലിട്ട് ചിന്തയിലിട്ട് ഇങ്ങനെ മിനുക്കി എടുത്ത് അങ്ങനെ പുത്തനകം തരും പുസ്തകം, പുത്തനകം തരും മസ്തകം. ഇതിനെല്ലാം ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മസ്തകമാണ്. ഈ വരികൾ വീണ് കിടക്കുന്ന ഒരു പൂവിനെ കണ്ടപ്പോൾ ആശാൻ എഴുതി, വീണപൂവിലെഴുതി, ഹാഹന്ത പുഷ്പമേ അതിയ തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയെ നീ ശ്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്നു നിൻ്റെ ആഭൂതി എങ്ങ് പുനരിങ്ങി കിടപ്പതോർത്താൽ എന്ന് കുമാരനാശാൻ എഴുതി വച്ചു. അത് ഈ പറയുന്ന മസ്തകത്തിലെ ബ്രെയിനിൻ്റെ പ്രവർത്തനമാണ്. അത് പുസ്തകമായിട്ട് ചിന്തകളിലൂടെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നല്ല പദസമ്പത്തിലൂടെ, അനുഭവങ്ങളിലൂടെ, താളബോധത്തിലൂടെ, ചിന്താസരണികളിലൂടെയൊക്കെ വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ്. കവിത എഴുതാൻ എന്തു വേണം എന്ന് ചോദിച്ചാൽ, ബാലസാഹിത്യമായാലും മുതിർന്ന സാഹിത്യമായാലും കുട്ടികൾ എഴുതുന്ന, നേരത്തെ പറഞ്ഞു, ബാലസാഹിത്യം കുട്ടികൾ എഴുതുന്നത് കൊണ്ട്, കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർ എഴുതുന്നത് കൊണ്ട്, അങ്ങനെ 2 രൂപത്തിലുണ്ട്. അതിൽ ശിശു സാഹിത്യമുണ്ട്, പ്രായത്തിൻ്റെ ഭേദമനുസരിച്ചുള്ള സാഹിത്യമൊക്കെ അതിൽ വരുന്നു. വായിക്കുന്നവന് ഉടലിൽ തല, വായിക്കുന്നവന് ഉടലിലാണ് തല. നന്നായിട്ട് വായിക്കുക, ആസ്വദിക്കുക. വായിക്കാത്തവന് ഉദരത്തിൽ തല. ഉദരത്തിൽ തലയുള്ളത് കൊണ്ട് ഒരു കാര്യവുമില്ല, ഉടലിൽ തന്നെ തല വേണം. കവിത എഴുതാൻ എന്തു വേണമെന്ന് ചോദിച്ചാൽ കരളിൽ നിറയെ കനൽ വേണം. കവിത എഴുതണമെങ്കിൽ ആശയങ്ങൾ രൂപപ്പെട്ട് കനലുകളായിട്ട് ഒരു തുരിയിൽ നിന്ന് തീപ്പന്തം ഉണ്ടാക്കുന്നത് പോലെ, ഒരു അഗ്നിയുടെ ഒരു ചെറിയ കഷണത്തിൽ നിന്നൊരു തീപ്പന്തമായി മാറുന്നത് പോലെ നമുക്ക് അതിനുള്ള ഭാവനാശക്തി, നൈസർഗികമായ കഴിവ് എന്ന് പറയുന്നത്, കവിത എന്ന് പറയുന്നത് ഒരു നൈസർഗികമായ ഒരു കഴിവാണ്. അത് വായനാശീലത്തിലൂടെയും പദസംഭവത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും ചിന്താസരണികളിലൂടെയും ഒരു പുഴ പോലെ ഒഴുകിയാണ് നമുക്ക് ഭാവന. അതിന് പ്രതിഭ വേണം. നവനവോന്മേഷശാലിനി, പ്രജ്ഞാ നവനവോന്മേഷശാലിനി പ്രതിഭ എന്ന് പറയും. പ്രജ്ഞാ നവനവോന്മേഷശാലിനി പ്രതിഭ. ആ പ്രതിഭയിലേക്ക് എത്തിച്ചേരാനുള്ള ആർജവം കുട്ടികളിൽ ഉണ്ടാകേണ്ടതാണ്. ചുരുക്കത്തിൽ, കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. ഇത് മഹാനായ ഒരു കവിയുടെ വരികളാണ്, നിങ്ങൾക്ക് പലർക്കും അറിയാതിരിക്കും. കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. ആധുനിക കവിതയിൽ
ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വന്ന കുറത്തിയും കാട്ടാളനും ഒക്കെ ശാന്തയും ഒക്കെ എഴുതിയ കടമ്മനിട്ടയുടെ വരികളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു കവിതയാണ്, ബാലസാഹിത്യത്തിൽപ്പെടുന്ന ഒരു കൊച്ചു കവിത. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും, ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. ആ ഉൾക്കണ്ണ് എന്ന് പറയുന്നത്, ആ ഉൾക്കണ്ണിനെ തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്ന് കെ.സി. കേശവപിള്ള പറയുന്നുണ്ട്. 51 അക്ഷരാളി കലിത തനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപൊട് പൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർ ബാണഡംഭപ്രശമന സുഹൃതവുപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കഴലിണ വലയാതീശ്വരി വിശ്വനാഥ എന്ന് പറയുന്ന നൈഷിതൻ ചെമ്പുല വരികൾ. ഇതിലൊക്കെ വായനയിലൂടെ പദസമ്പത്തും ആർജവും ഒക്കെ കണ്ട് എത്തേണ്ടത് ആണ്. അതുകൊണ്ട് കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും. പരിസരത്ത് നോക്കിക്കാണുവാനുള്ള കണ്ണ്. നമുക്ക് കണ്ണുണ്ടായാൽ പോരാ, കാഴ്ചയുണ്ടായാൽ പോരാ, അത് കാണണം. ചെവി ഉണ്ടായാൽ പോരാ, അത് കേൾക്കണം, നന്നായി കേൾക്കണം. നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ പരിതസ്ഥിതികളെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ, കാരുണ്യം പുലർത്തേണ്ടവരെ, സഹതപിക്കേണ്ടവരെ, മുതിർന്നവരെ, ആദരിക്കേണ്ടവരെ, ഇങ്ങനെയൊക്കെ ഒരു മൊത്തത്തിൽ ഒരു കാഴ്ചപ്പാട് ബാലസാഹിത്യം എഴുതുന്നവർക്ക്, കൂട്ടുകാർക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് കടമ്മനിട്ട ആ കവിതയിൽ തൻ്റെ തള്ളക്കോഴി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് കൊടുക്കുന്ന ഉപദേശം രൂപത്തിലാണ് ഈ കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിൽ എപ്പോഴും കത്തിജ്വലിക്കുന്ന ഉൾക്കണ്ണ്. ആ ഉൾക്കണ്ണെന്ന് പറയുന്നത് അണയാത്ത കണ്ണ്. അത് ഭാവനയുടെ കണ്ണാകാം, കരുത്തിൻ്റെ കണ്ണാകാം, പ്രതിഭയുടെ കണ്ണാകാം, സാഹോദര്യത്തിൻ്റെ ആകാം, പരസ്പര സ്നേഹത്തിൻ്റെ ആകാം. ഇതൊക്കെ ഈ കുട്ടികളിൽ അങ്ങനെയുള്ള ഒരു പ്രസരണി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നല്ല ബാലസാഹിത്യം എഴുതാൻ കഴിയൂ എന്നുള്ളതാണ്. അത് നിരന്തരമായ വായനയിലൂടെ, അഭ്യാസത്തിലൂടെ, ചിന്തയിലൂടെ നാം നേടിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് വായന എന്ന് പറയുന്നത് ഒരു സമ്പത്താണ്. അത് പരന്ന വായന തന്നെ വേണം. പദസമ്പത്ത് കിട്ടാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുരാണ ഗ്രന്ഥങ്ങൾ, രാമായണവും മഹാഭാരതവും ഒക്കെ വായിച്ച് ആവർത്തി വായിച്ച് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ശൈലി ഉണ്ടാകും. എം പി പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതുക, തെറ്റായിക്കൊള്ളട്ടെ, നിങ്ങൾ എഴുതുക. നമ്മുടെ തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരകത്തിൽ പോയാൽ അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റുകൾ, മാനുസ്ക്രിപ്റ്റുകൾ, കയ്യെഴുത്തിൻ്റെ കോപ്പികൾ കാണാം. നിങ്ങൾ എടുത്ത് നോക്കണം, അവിടെ ചെല്ലുമ്പോൾ നോക്കണം. ഈ കുട്ടികളൊക്കെ അവിടെ ചെല്ലുമ്പോൾ നോക്കണം. ഇവിടെ ഇപ്പം കുട്ടികൾ കുറവാണെങ്കിൽ തന്നെയും അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഓരോന്നും എഴുതി വെട്ടിയും തിരുത്തിയും ധാരാളം തവണ ഇങ്ങനെ തേച്ചു മിനുക്കി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിന്തേറിട്ട് എഴുതിയ അതിൻ്റെ മാറ്റ്. നമ്മൾ തന്നെ ഒരു കവിത എഴുതി വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു ബാല കവിത എഴുതുന്നു, അല്ലെങ്കിൽ ഒരു ബാല കഥ എഴുതി വയ്ക്കുന്നു. അത് എഴുതി അങ്ങ് വെച്ച് നമ്മൾ പൂർത്തീകരിച്ചതാവാം, പൂർത്തീകരിക്കാത്തതാവാം. പിന്നീട് ഒരു 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ അത് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടേ എന്ന് നമുക്കൊരു തോന്നലുണ്ടാകും. അങ്ങനെ മാറ്റങ്ങൾ വരുത്തണം. അങ്ങനെ മിനുക്കി എടുക്കുമ്പോഴാണ് അതിന് ബാലസാഹിത്യത്തിന് ഒരു നക്ഷത്ര പ്രഭയുണ്ടാകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു സമീപനം നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന്, നമ്മുടെ അധ്യാപകരിൽ നിന്ന്, നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്നുമൊക്കെ കൂടുതൽ നമ്മൾ ഇടപെടുന്നത് സ്കൂളുകളിലെ അധ്യാപകരുമായിട്ടാണ്. അവരുടെ ഉൾക്കാഴ്ചകൾ, അവരുടെ ക്ലാസ്സുകളിൽ നിന്ന്, അവർ നൽകുന്ന അനുഭവങ്ങളിൽ നിന്ന്, അവർ നൽകുന്ന പാഠഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു രീതി നമുക്ക് കൈതുടർന്നാൽ നമുക്ക് എഴുത്തിൻ്റെ വഴികൾ കൂടെ വളരെയധികം പുഷ്ടിപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. എഴുത്തിൻ്റെ വഴികൾ വിശാലമാണ്. നമുക്ക് എങ്ങനെയും എഴുതാം. പക്ഷേ എഴുതാൻ പ്രതിഭ വേണം, അതിലുപരി ഭാവന വേണം. ഭാവനയിൽ കൂടിയാണ് നമ്മൾ എഴുത്തിൻ്റെ വഴികളിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിനെല്ലാം അപ്പുറത്ത് പദസമ്പത്ത് വേണം, താളബോധം വേണം, ചിന്ത വേണം, ശൈലി വേണം. എഴുതി വരുമ്പോൾ നമുക്ക് ഒരു ശൈലി രൂപപ്പെടും. എപ്പോഴും എഴുതരുത്. കുഞ്ഞുണ്ണി മാഷൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും എഴുതരുത്. എഴുതാൻ വേണ്ടി ഇരിക്കുകയും അരുത്. നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ മാത്രം എഴുതുക. അതാണ് നല്ല എഴുത്തിൻ്റെ, നമ്മൾ അറിയാതെ ചിലപ്പോൾ എഴുതിപ്പോകുന്ന വരികളുണ്ട്. അതിൽ നല്ല ഉൾക്കനമുണ്ടാകും, അതിൽ നല്ല ഉൾക്കാഴ്ചയുള്ള വരികളായിരിക്കും. ആ തരത്തിൽ നമുക്ക് തോന്നുമ്പോൾ മാത്രം എഴുതുക, അല്ലാതെ എഴുതാനായി മാത്രം ഇരിക്കാതിരിക്കുക. അങ്ങനെ എഴുതി വരുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രശസ്ത നിരൂപകരായ എം പി പോൾ പറഞ്ഞതുപോലെ എഴുതി വരുമ്പോൾ നമുക്കൊരു ശൈലി രൂപപ്പെടും.
ഇപ്പം തന്നെ കൊച്ചു കുട്ടികൾ 10-15 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ, 10ാം ക്ലാസ്സിനകത്ത് പഠിക്കുന്ന കുട്ടികൾ, 8, 9, 10 സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ മനോഹരമായി ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ കഥകളും കവിതകളും എഴുതുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ പദസമ്പത്തുണ്ടാകുന്നത് അവരുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രേരണയിലൂടെയും നിരന്തരമായ വായനകളിലൂടെയുമാണ്. നമ്മുടെ പ്രാചീന കൃതികളും ആധുനിക കൃതികളും ആധുനിക സാഹിത്യമൊക്കെ വായിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അത് വേണ്ടത്. എപ്പോഴും എഴുതരുത്, എഴുതാൻ തോന്നുമ്പോൾ മാത്രം എഴുതുക. എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു മനസ്സാണ് നമ്മുടെ ബാലസാഹിത്യത്തിന് വേണ്ടത്. എപ്പോഴും ഉണർന്നിരിക്കുന്ന കവിത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു കണ്ണാണ് കവിതയ്ക്കുള്ളത് എന്ന് പ്രശസ്തനായ കവി സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമാവാസിയുടെ ഏകാന്തതയിലെ ഒരു തുള്ളി വെളിച്ചമാണ് കവിത എന്ന് ജ്ഞാനപീഠ ജേതാവായ ONV കുറുപ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമാവാസിയുടെ വേളകളിലെ ഒരു തുള്ളി വെളിച്ചം, ആ അമാവാസിയിൽ ഇരുട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രത്തെ പോലെ അതിന് ഒരു ശാലീനമായ സൗന്ദര്യത്തിൽ ഉപരി ഒരു പ്രശോഭയുണ്ട്. ആ പ്രശോഭയാണ് നമുക്ക് ഈ കവിതയിലായാലും സാഹിത്യത്തിലായാലും വരേണ്ടത്. അതുകൊണ്ട് നന്നായി കൂട്ടുകാർ വായിക്കണം, ആസ്വദിക്കണം. അതുപോലെ തന്നെ ഈ ശില്പശാലയിൽ പങ്കെടുത്ത് ഒരു എഴുത്തുകാരനാകാമെന്നുള്ള വ്യാമോഹം ഒന്നും പാടില്ല. അങ്ങനെ പലരും പറയും ശില്പശാലയിൽ പങ്കെടുത്താൽ എഴുത്തുകാരനാകാം. ഒരു ശില്പശാലയും ഒരു എഴുത്തുകാരനെയും സൃഷ്ടിക്കുന്നില്ല. അവന് നൈസർഗികമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ, പദസമ്പത്തുണ്ടെങ്കിൽ, അനുഭവ സമ്പത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഒരു എഴുത്തുകാരനായി മാറും. അല്ലാതെ ശില്പശാല, ഇപ്പം ഞാൻ തന്നെ ഇവിടെ അരമണിക്കൂറോ 1 മണിക്കൂറോ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് 10 കുട്ടികളെ എഴുത്തുകാരാക്കി മാറ്റാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട. അങ്ങനെ ആരും എഴുത്തുകാരാകില്ല. എഴുത്തുകാരാകണമെങ്കിൽ നൈസർഗികമായിട്ട് അടിസ്ഥാനപരമായിട്ട് അവരിൽ പ്രതിഭയുണ്ടായിരിക്കണം, പദസമ്പത്തുണ്ടായിരിക്കണം, അനുഭവജ്ഞാനം ഉണ്ടായിരിക്കണം, താളബോധമുണ്ടാകണം. നേരത്തെ കടമ്മനിട്ടയുടെ വരിയിൽ പറഞ്ഞതുപോലെ ഇരുപുറവും കണ്ണു വേണം, കത്തിജ്വലിക്കുന്ന ഉൾക്കാഴ്ചയുണ്ടാകണം, കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം. അങ്ങനെ മാത്രമാണെങ്കിലേ നമ്മുടെ ബാലസാഹിത്യത്തിലേക്ക് കടന്നു വരാൻ കഴിയൂ എന്നുള്ളതാണ്. ഒരു ശില്പശാലയും ഒരു എഴുത്തുകാരനെയും സൃഷ്ടിക്കുന്നില്ല. എഴുത്തുകാരന് അനുഭവ സമ്പത്ത് വേണം, പദസമ്പത്ത് വേണം. ബാലസാഹിത്യകാരന് കുട്ടികളുടെ മനസ്സ് നന്നായി വായിച്ചറിയാൻ കഴിയണം. കുട്ടികളുടെ മനസ്സ് നന്നായി അറിയാൻ കഴിയുന്ന ഒരു എഴുത്തുകാരനെ നല്ല ബാലസാഹിത്യകാരനാകാൻ കഴിയൂ. ഇതൊക്കെയാണ് എഴുത്തിൻ്റെ വഴികളിലൂടെ നാം ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അങ്ങനെ എഴുത്തിൻ്റെ വഴികളിലൂടെ ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ അന്താരാഷ്ട്ര പുസ്തകോത്സവം, നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവങ്ങൾക്കൊക്കെ കഴിയും. എൻ്റെ മുന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു റജിസാറിൻ്റെ കാര്യം. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ സന്തോഷ് വട്ടപ്പാറ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത്. അദ്ദേഹം ആനപ്പുഴയ്ക്കനിൽ ഇന്ന് മലയാളത്തിൽ ബാലപ്രസിദ്ധീകരണങ്ങൾ, ബാലരമ, അതുപോലെ കളിക്കുടുക്ക, പിന്നെ ബാലഭൂമി, ഇങ്ങനെയുള്ള ബാലപ്രസിദ്ധീകരണങ്ങൾ നിരന്തരം എഴുതുന്ന ഒരു മഹാനുഭാവനാണ്, ഒരു വലിയൊരു സാഹിത്യകാരനാണ് എൻ്റെ മുന്നിൽ എൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചാൽ അവരെവിടെയൊക്കെ നമ്മുടെ ഈ നിയമസഭയുടെ ക്ലാസ്സുകളിലൊക്കെ അവരുടെയൊക്കെ അനുഭവങ്ങളും എല്ലാം പറഞ്ഞ് പിന്നെ തരികയാണെങ്കിൽ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ ഇതിൻ്റെ സംഘാടകരായ മാഡങ്ങളോടൊന്ന് സൂചിപ്പിക്കുകയാണ്. ഈ റജിസാറും ആനപ്പുഴയ്ക്ക് അനിൽ സാറും ഒക്കെ അവരൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട വട്ടപ്പാറ സന്തോഷവുമൊക്കെ അങ്ങനെ ബന്ധപ്പെട്ടവരാണ്. അദ്ദേഹം നോവലും കഥകളും ഒക്കെയാണ് എഴുതുന്നത്. അപ്പോൾ ആ ഒരു എഴുത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ പോകണം, അതിന് കുട്ടികളെ തയ്യാറാക്കണം എന്നുള്ളത് ആണ് എനിക്ക് പറയുവാനുള്ളത്. എന്തായാലും ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിൽ ശ്രീരേഖ മാഡത്തിനോടും എൻ്റെ പ്രിയ സുഹൃത്ത് റജിസാറിനോടും ഒക്കെ അഗൈതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. 1-2 ബാലകവിതകൾ കൂടി ചൊല്ലിക്കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. എനിക്ക് തന്നിട്ടുള്ള സമയം തീരാറായി. കൊച്ചു 3-4 കവിതകൾ കൂടി. പൂവിൽ നിറയത്തേനുണ്ടേ, തേനിനു നല്ല ഇനിപ്പുണ്ടേ, വണ്ടിൻ ചുണ്ടിൽ പാട്ടുണ്ടേ, പാട്ടിനു നല്ലൊരു മട്ടുണ്ടേ. 4 വരിയേ ഉള്ളൂ, കൊച്ചു കുട്ടികൾക്ക് ചൊല്ലാവുന്നതാണ്. പൂവിൽ നിറയത്തേനുണ്ടേ, തേനിനു നല്ല ഇനിപ്പുണ്ടേ, വണ്ടിൻ ചുണ്ടിൽ പാട്ടുണ്ടേ. അക്ഷരപ്രാസം കവിതകൾ എഴുതുമ്പോൾ ആദ്യാക്ഷരപ്രാസം, അന്ത്യാക്ഷരപ്രാസം. ഇന്ന് വൃത്തവും ചതുരവും ഒന്നുമില്ല. പണ്ട് നമ്മൾ വ്യാകരണങ്ങളൊക്കെ ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട്. ഭാഷാഭൂഷണവും
വൃത്തമഞ്ജരിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ മാറിപ്പോയി. പൂവിൽ നിറയത്തേനുണ്ട്, തേനിനു നല്ല ഇനിപ്പുണ്ട്, വണ്ടിൻ ചുണ്ടിൽ പാട്ടുണ്ട്, പാട്ടിനു നല്ലൊരു മട്ടുണ്ട്. മറ്റൊരു കവിത. ചന്തം ചിന്തം ചെന്താമരയുടെ ചന്തം കണ്ടൊരു പൂത്തുമ്പി, ചന്തം ചിന്തം ചെന്താമരയുടെ ചന്തം കണ്ടൊരു പൂത്തുമ്പി, ചെന്താമരയുടെ നെഞ്ചിനകത്ത് പഞ്ചാരപ്പൂന്തേനുണ്ണാൻ തഞ്ചം നോക്കി ചാഞ്ചാടിക്കൊണ്ടഞ്ചി കൊഞ്ചി വരുന്നുണ്ട്. കൂട്ടക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നതാണ്. ഇന്തയും ഇഞ്ചയും ഒക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ കഴിയും. ചന്തം ചിന്തം ചെന്താമരയുടെ ചന്തം കണ്ടൊരു പൂത്തുമ്പി, ചെന്താമരയുടെ നെഞ്ചിനകത്ത് പഞ്ചാരപ്പൂന്തേനുണ്ണാൻ തഞ്ചം നോക്കി ചാഞ്ചാടിക്കൊണ്ടഞ്ചി കൊഞ്ചി വരുന്നുണ്ട്. സമയത്തെക്കുറിച്ചൊരു കൊച്ചു കവിതയാണ്. 4 വരിയുള്ളൂ. നിന്നെ കാത്തു ഞാൻ നിൽക്കും, എന്നെ കാത്തു നീ നിൽക്കും, നമ്മെ കൂടാതൊറ്റയ്ക്കല്ലോ സമയത്തിൻ്റെ സഞ്ചാരം. നിന്നെ കാത്തു ഞാൻ നിൽക്കും, എന്നെ കാത്ത് നീ നിൽക്കും, നമ്മെ കൂടാതൊറ്റയ്ക്കല്ലോ സമയത്തിൻ്റെ സഞ്ചാരം. ഒരു ചോദ്യം, കൊച്ചുകുട്ടികൾ ഒരു 3-4 പേര് ഇരിപ്പുണ്ട്. നിങ്ങൾ അതിൻ്റെ ഉത്തരം പറയണം. പറയാൻ തയ്യാറാണോ? ഒന്ന് ശ്രമിച്ചു നോക്കുക. അതായത് കവിത ഞാൻ പറയും, അതിൽ ഏതെങ്കിലും ഒരു അക്ഷരം കാണും. 4 വരി കാണും, അതിൽ ഏതെങ്കിലും ഒരു അക്ഷരം കാണും. അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം. കരയിലുണ്ട് എന്ന് പറഞ്ഞാൽ കര എന്ന് പറയുന്ന ആ പദത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം കാണും. കരയിലുണ്ട്, ജലത്തിലില്ല. ജലത്തിലോട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട, അതിലൊന്നുമില്ല, ഒരക്ഷരവും എടുക്കാനില്ല. വിത്തിലുണ്ട്, ഞാറിലില്ല. തളിരിലുണ്ട്, കുളിരിലില്ല. എങ്കിലെന്നുടെ പേരെന്ത്? പറ. മിടുക്കി. മോളെ പേരെന്താണ്? ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എന്താണ്? വരദ. നല്ല പേര്, മിടുക്കിയാവും. വായിച്ചിട്ടുണ്ട് അല്ലേ? ആരുടെ പുസ്തകം? സാറിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. എന്തായാലും നല്ല ഒരനുഭവമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പലയിടത്തും ചെന്ന് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഓരോരുത്തർ വായിച്ചിട്ടുണ്ടെന്ന് പറയും. എത്രാം സ്റ്റാൻഡേർഡ് പഠിക്കുന്ന മോള്? 5ാം സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിൽ? മിടുക്കി. ഇരുന്നോ. അപ്പം ഉത്തരം കവിത എന്നാണ്. ഇനി വേറൊരു ചോദ്യം കൂടെ ചോദിക്കട്ടാ, മോള് തന്നെ ഉത്തരം പറയണം. ഞാനാരാണെന്നറിയാമോ? എന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ? മടവൂർ സുരേന്ദ്രനാണെന്ന് അറിയാം. അറിഞ്ഞുകൂടാത്തവരിപ്പം മനസ്സിലാക്കുന്നു. ഞാനാരാണെന്നറിയാമോ? എന്നെ തൊട്ടു കളിക്കേണ്ട, എന്നെ തൊട്ടു കളിച്ചെന്നാൽ കളിയിൽ കാര്യം കട്ടായം. പുറമേ കാണാൻ പറ്റില്ല, അകമേ ഉണ്ടെന്നോർക്കില്ല. അറിയാതൊന്ന് തൊട്ടെന്നാൽ തൊടുന്നിടം ഞാൻ പൊള്ളിക്കും. ഞാൻ ആരാണെന്നറിയാമോ? മിടുക്കി. വരദ തന്നെ ഉത്തരം പറഞ്ഞു. ആരാണ്? ഞാനാരാണെന്നറിയാമോ? എന്നെ തൊട്ടു കളിക്കേണ്ട, എന്നെ തൊട്ടു കളിച്ചെന്നാൽ കളിയിൽ കാര്യം കട്ടായം. പുറമേ കാണാൻ പറ്റില്ല, അകമേ ഉണ്ടെന്നോർക്കില്ല. അറിയാതൊന്ന് തൊട്ടെന്നാൽ തൊടുന്നിടം ഞാൻ പൊള്ളിക്കും. ഞാൻ ആരാണെന്നറിയാമോ? ചാരം മൂടിയ തീക്കട്ട. ഞാനാരാണ്? ചാരം മൂടിക്കിടക്കുന്ന ചാമ്പൽ. ചാരം എന്താണ്? ചാമ്പൽ. നമ്മൾ അടുപ്പിൽ ചെന്ന് നോക്കും, തീയൊന്നുമില്ല എന്ന് വിചാരിച്ചെന്ന് അടുപ്പിൽ ചെന്ന് കൈയിട്ട് കൊടുക്കും അല്ലേ? അതിനടിയിൽ അങ്ങനെ തിളങ്ങി കനൽ പോലെ കിടക്കുകയാണ്, നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ ഉത്തരം തീയാണ്, തീക്കട്ടയാണ്. ഇനി ചോദിക്കണോ? ഒന്നുകൂടെ ചോദിക്കട്ടെ. വേറെ ഒരു ആവർത്തനമുള്ള ചോദ്യത്തിലേക്ക് വരാം. ആവർത്തനമുള്ള ഒരു കവിത. ഇല്ല എന്ന് പറയുന്ന അക്ഷരം. ഇല്ല. അതിൻ്റെ ഒരു പ്രയോഗത്തില്ല. അത് നമ്മുടെ ഈ ഒറ്റ ശ്വാസത്തിൽ പാടാമോ എന്നൊക്കെ ബാലരമയിലും
ഒക്കെ വരും. ബാലഭൂമിയിലൊക്കെ ഈ കുട്ടികളുടെ മാസിക വായിക്കുന്നവർക്ക് അറിയാം. അങ്ങനെ കുട്ടികൾക്ക് ആ പദത്തെ ആവർത്തിച്ച് പറയുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇല്ലത്തുന്നൊരു വല്ലമെടുത്തേനെന്നെ ഇല്ലത്തമ്മ. ഇല്ല എത്ര വരുമെന്ന് നോക്കിക്കൊള്ളാം. ഇല്ലത്തുന്നൊരു വല്ലം എടുത്തേരെന്നെ ഇല്ലത്തമ്മ ഇല്ലിക്കമ്പിനു തല്ലി വല്ലച്ചിറയിലെ ചെല്ലച്ചാരുടെ മുല്ലവല്ലിക്കുടിലിനുള്ളിലെ അല്ലിയിലിട്ടു പുല്ലുപോലെ തല്ലി അതിനെ ചൊല്ലി നല്ല 4 പല്ലുകളില്ലാതായതു കഷ്ടം. ഒരു 20 ഇല്ലെങ്കിലും കാണും. മതി. അർത്ഥത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഇത് ഞാൻ എഴുതിയ കവിതയാണ്. പണ്ട് ദീപിക അതിൽ മാസികയിൽ അടിച്ചു വന്നതാണ്, കുട്ടികളുടെ ദീപികയിൽ വന്നതാണ്. ഇല്ലത്തുന്നൊരു വല്ലമെടുത്തേനെന്നെ ഇല്ലത്തമ്മ ഇല്ലിക്കമ്പിനു തല്ലി വല്ലച്ചിറയില ചെല്ലച്ചാരുടെ മുല്ലവല്ലിക്കുടിലിനുള്ളിൽ അല്ലിയിലിട്ടു പുല്ലുപോലെ തല്ലി അതിനെ ചൊല്ലി നല്ല 4 പല്ലുകളില്ലാതായത് കഷ്ടം. ചിലപ്പോൾ ശ്വാസം മുട്ടി ചത്തുപോവും. സൂക്ഷിച്ച് ചൊല്ലണം. അപ്പോൾ അതിൻ്റെ ഇല്ലയുടെ പ്രയോഗമാണ്. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞില്ല, അത് ചോദിക്കട്ടെ. കിളിയെ കൊണ്ടൊരു പാട്ടുണ്ടേ തുഞ്ചനെഴുതിയ പാട്ടാണേ. ഏത് കിളിപ്പാട്ട്? ആരെഴുതി? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, രാമൻ്റെ അനുജൻ എഴുത്തച്ഛൻ അല്ലേ? കിളിയെ കൊണ്ടൊരു പാട്ടുണ്ടേ തുഞ്ചനെഴുതിയ പാട്ടാണേ. വഞ്ചി തുഴഞ്ഞൊരു പാട്ടുണ്ടേ വാരിയരെഴുതിയ പാട്ടാണേ. അതേത്? വഞ്ചി തുഴഞ്ഞൊരു പാട്ടുണ്ടേ വാരിയരെഴുതിയ പാട്ടാണേ. ആ വഞ്ചിപ്പാട്ട് എഴുതിയതാര്? രാമപുരത്ത് വാരിയർ. തുള്ളലിനുള്ളൊരു പാട്ടുണ്ടേ കുഞ്ചനെഴുതിയ പാട്ടാണേ. ഏത്? തുള്ളലിനുള്ളൊരു പാട്ടുണ്ട് കുഞ്ചനെഴുതിയ പാട്ടാണ്. ആ ഓട്ടൻ തുള്ളൽ കുഞ്ചൻ നമ്പ്യാരല്ലേ? തുള്ളൽ പാട്ടിൻ്റെ കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരിക്കൊരു പാട്ടുണ്ട്. കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ അല്ലെങ്കിൽ ഗാഥ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പാട്ട്. മിടുക്കി. വരതയാണ് മിടുക്കി. ഇന്നത്തെ താരം വരത. ഒരു കൈയടിയും കൂടെ കൊടുക്കി. വരതയ്ക്ക് ഒരു കൈയടി കൊടുക്കി. ഇന്ന് താരം വരതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഉത്തരങ്ങൾ പറയാം അല്ലേ? ആരാണവിടെ കുഴിമടയിൽ? ഞാനാണളിയാ കുഴിയാന. എന്താണവിടെ ചെയ്യുന്നു? ഞാനിവിടെ ഒരു കുഴിയെടുക്കുന്നു. ആരാണവിടെ കുഴിമടയിൽ? ഞാനാണളിയാ കുഴിയാന. എന്താണവിടെ ചെയ്യുന്നു? ഒരു കുഴി ഇവിടെ എടുക്കുന്നു. കുഴിമടിയൻ നീ കുഴിയാനെ. ആരു നിനക്കൊരു പേരിട്ടു? ആനപ്പേരിനെതിരായിട്ടൊരു കുഴിയും കൂടി നിനക്കിട്ടു. കുഴിയാനല്ലേ? ആനയെ നമുക്കറിയില്ല, അറിയാമല്ലേ? മുറം പോലെയുള്ള വലിയ ചെവികൾ, വലിയ കാലുകളുമൊക്കെ ഉള്ള ആനയെ നമുക്കറിയാം. കൊച്ചു കണ്ണാണ് അല്ലേ? ഈ കുഴിയാന എന്ന് പറയുമ്പോൾ ആനപ്പേരിനെതിരായിട്ടൊരു കുഴിയും കൂടി നിനക്കിട്ടു. കുഴിയാന. ഇനി കവിതയെക്കുറിച്ചൊരു കവിത. മാനത്തു മുട്ടിയ പട്ടം പോലെ മാരിവിൽ കാവടി ആടും പോലെ മലരമ്പൻ നൽകിയ ചേലുപോലെ കണ്ണിനൊരാനന്ദം പൂത്ത പോലെ കരളിൽ കുളിർ നൽകും കാറ്റുപോലെ കനവിലെ നിറമുള്ള ചിത്രം പോലെ കുളിരായും മധുവായും കവിത വന്നു അനുഭൂതി സാന്ദ്രമായൊഴുകി വന്നു. കുളിരായും മധുവായും കവിത വന്നു അനുഭൂതി സാന്ദ്രമായൊഴുകി വന്നു. താളമടിക്കാൻ നിങ്ങളെല്ലാം മിടുക്കരാണ്. ഞാൻ നിർത്താൻ പോയാണ്. താളമടിക്കാൻ മിടുക്കരാണ്. ഒന്ന് താളമടിച്ചേ, കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ, ഉറക്കെ ശക്തിയിലടിക്കണം, ശക്തിയിലടിക്കണം. അപ്പം കൈയടിക്കാൻ തന്നല്ലേ താല്പര്യം തന്നല്ലേ? ഓക്കെ. താതരി കിടതകു എണ്ണുതകു തിമൃതകു തോതരി കിടതകു
തിത്തകതിത്തിത്തൈ ഉറക്കടിക്ക് ഉറക്കെ തരി കിടതകു എണ്ണുതകു തിമൃതകു തോതരി കിടതകു തിത്തകതിത്തിത്തൈ കൊച്ചുവട്ടി അരിവട്ടി കൊച്ചുവട്ടി അരിവട്ടി ഒരു വട്ടി പൂ പറിച്ച് കൂടെ പാടാൻ പറ്റുമോ? കൊച്ചുവട്ടി അരിവട്ടി ഒരു വട്ടി പൂ പറിച്ച് പാടെ കൊച്ചുവട്ടി അരിവട്ടി ഒരു വട്ടി പൂ പറിച്ച് ഒന്നാം മല കയറി ഒരു വട്ടി പൂ പറിച്ച് കൊച്ചുവട്ടി അരിവട്ടി രണ്ടു വട്ടി പൂ പറിച്ച് രണ്ടാം മല കയറി രണ്ടു വട്ടി പൂ പറിച്ച് കൊച്ചുവട്ടി അരിവട്ടി മൂന്നു വട്ടി പൂ പറിച്ച് ഒന്നാം മല കയറി മൂന്നു വട്ടി പൂ പറിച്ച് കൊച്ചുവട്ടി അരിവട്ടി നാലു വട്ടി പൂ പറിക്ക് നാല മല കയറി നാലു വട്ടി പൂ പറിച്ച് തരി ഗീട താകു ഏടു താകു തിമൃ താകു തോ തരി ഗീട താകു തിത്തകതിത്തിത്തൈ കൊച്ചുവട്ടി അരിവട്ടി അഞ്ചു വട്ടി പൂ പറിച്ച് അഞ്ചാം മല കയറി അഞ്ചു വട്ടി പൂ പറിച്ച് കൊച്ചുവട്ടി അരിവട്ടി ആറു വട്ടി പൂ പറിച്ച് ആറാം മല കയറി ആറു വട്ടി പൂ പറിച്ച് കൊച്ചുവട്ടി അരിവട്ടി ഏഴു വട്ടി പൂ പറിച്ച് കൊച്ചുവട്ടി അരിവട്ടി ഏഴു വട്ടി പൂ പറിച്ച് ഏഴാം മല കയറി ഏഴു വട്ടി പൂ പറിച്ച് താതരി കിടതകു എണ്ണുതകു തിമൃതകു തോതരി കിടതകു തിത്തകതിത്തിത്തൈ താതരി കിടതകു എണ്ണുതകു തിമൃതകു തോതരി കിടതകു തിത്തകതിത്തിത്തൈ എവിടെ പോണു വണ്ടൂർ പോണു എന്തിനു പോണു അരസം വാങ്ങ എന്തരസം കോഴി അരസം എന്തു കോഴി കാട്ടുകോഴി എന്തു കാട് ഇടക്കാട് എന്തിട കല്ലിട എന്തു കല്ല് സൂത്രക്കല്ല് എന്തു സൂത്രം എലി സൂത്രം എന്തല്ലി ചുണ്ടലി എന്തു ചുണ്ട് കാക്കച്ചുണ്ട് എന്തു കാക്ക പനം കാക്ക എന്തു പന ഏറ്റപ്പന എന്തറ്റം കൊടിയേറ്റ എന്തു കൊടി വെറ്റക്കോടി എന്തു വെറ്റ കണ്ണി വെറ്റ എന്തു കണ്ണ് ആനക്കണ്ണ് എന്താന കുഴിയാന എന്തു കുഴി ചേമ്പും കുഴി എന്തു ചേമ്പ് കടിച്ചേമ്പ് എന്ത് കടി വടകടി എവിടെ പോണ് വണ്ടൂർ പോണ് എന്തിനു പോണ് അരസം വാങ്ങ എന്തരസം കോഴി അരസം എന്തു കോഴി കാട്ടുകോഴി എന്തു കാട് ഇടക്കാട് എന്തിട കല്ലിട എന്തു കല്ല് സൂത്രക്കല്ല് എന്തു സൂത്രം എലി സൂത്രം എന്തലി ചുണ്ടലി എന്തു ചുണ്ട് കാക്ക ചുണ്ട് എന്തു കാക്ക പനം കാക്ക എന്തു പന ഏറ്റപ്പന എന്തറ്റം കോടി ഏറ്റം എന്തു കോടി വെറ്റക്കോടി എന്തു വെറ്റ കണ്ണി വെറ്റ താ തരി കീട ഏണു താകു തിമൃ താകു തോ തരി കീട താകു തിത്തകതിത്തിത്തൈ താതരി കിടതകു എണ്ണുതകു തിമൃതകു തോതരി കിടതകു തിത്തകതിത്തിത്തൈ താതരി കിടതകു എണ്ണുതകു തിമൃതകു തോതരി കിടതകു തിത്തകതിത്തിത്തൈ 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 തിത്തകതിത്തിത്തൈ. എല്ലാ തരത്തിലും ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ചും റജി സാറിനും ശ്രീരേഖ മാഡത്തിനും സുഹൃത്തുക്കൾക്കുമൊക്കെ എൻ്റെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.